السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ഔ ബിദ്ഉൻ വസിത്തൂന ശുഅബ. ഈമാൻ എന്ന് പറഞ്ഞാൽ അത് 70 അതല്ലെങ്കിൽ 60 ശാഖകളാണ്. നമുക്കറിയാം, ഈമാൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം വിശ്വാസപരമായ കാര്യമെന്നാണ്. യഥാർത്ഥത്തിൽ ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ അവിടെ ഉൾക്കൊള്ളുന്നുണ്ട്. ഒന്ന് ഖൗലുൻ ബിൽ ലിസാൻ, ഒന്ന് നാവ് കൊണ്ടുള്ള സംസാരം, അതുപോലെ തന്നെ വഅ്തിഖാദുൻ ബിൽ ഖൽബ്, അതുപോലെ തന്നെ ഹൃദയത്തിലുള്ള അടിയുറച്ച വിശ്വാസം, അതുപോലെ തന്നെ വഅമലുൻ ബിൽ ജവാരിഹ്, പിന്നെ അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കും. 3 കാര്യങ്ങൾ ഒരാളിൽ സംയോജിക്കുമ്പോഴാണ് അയാളിൽ ഈമാൻ ഉണ്ട് എന്ന് പറയുള്ളൂ. ഒരാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം, അയാളത് പ്രഖ്യാപിക്കുകയോ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അയാൾ എന്താണ്, നമ്മളെ അടിസ്ഥാനത്തിൽ അയാൾക്ക് വിശ്വാസമുണ്ട്, അപ്പോൾ അയാൾ മുഅ്മിനാവും? ഇല്ല. മറിച്ച് അയാൾ അത് പ്രഖ്യാപിക്കണം. അതോടൊപ്പം തന്നെ ചില ആൾക്കാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും, പക്ഷേ ഹൃദയത്തിൽ എന്തുണ്ടാവില്ല? വിശ്വാസം ഉണ്ടാവില്ല. അവനും യഥാർത്ഥത്തിൽ എന്തല്ല? മുഅ്മിനല്ല. അപ്പോൾ നാവ് കൊണ്ട് പറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും, ചില ആളുകൾ നാവ് കൊണ്ട് പ്രഖ്യാപിക്കും, ഹൃദയത്തിൽ വിശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ജീവിതത്തിൽ അയാൾ എന്ത് ചെയ്യില്ല? നടപ്പിൽ വരുത്തൂല. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. മറിച്ച് കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കൽപ്പനകൾ ജീവിതത്തിൽ എന്ത് ചെയ്യണം? കൊണ്ടുവരികയും ചെയ്യണം. അങ്ങനെ പറയുന്നതിനാണ് യഥാർത്ഥത്തിൽ ഈമാൻ എന്ന് പറയുക. അതല്ലാതെ കേവലം നമ്മൾ വിശ്വാസ കാര്യങ്ങൾ അല്ലെങ്കിൽ വിശ്വസിക്കേണ്ടവ എന്നുള്ള അടിസ്ഥാനത്തിലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅഫ്ളലുഹ, അതിൽ ഏറ്റവും, ആ ഈമാൻ കാര്യങ്ങളിൽ ഏറ്റവും ഉത്തമമായത്, ശ്രേഷ്ഠമായത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പറയലാണ്, പ്രഖ്യാപനമാണ് എന്ന്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മളെ അടിസ്ഥാനത്തിൽ വിശ്വാസം എന്ന് പറയുകയാണെങ്കിൽ ഖൗലതിൽ എന്ത് ചെയ്യില്ല? പറയുക എന്നുള്ള കാര്യം എന്ത് ചെയ്യില്ല? ഒരാളെ വിശ്വാസത്തിൽ വരികയില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പ്രത്യേകം പറഞ്ഞത് എന്താണ്? അഫ്ളലുഹ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലാണ്. വീണ്ടും അവിടുന്ന് പറഞ്ഞു, അദ്നാഹ, അതിൽ ഏറ്റവും താഴ്ന്ന പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാത്തത്തുൽ അദാ അനി ത്വരീഖി, വഴിയിൽ നിന്നും ഉപദ്രവത്തെ നീക്കിക്കളയുക എന്നുള്ളതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവർത്തനവും എന്ത് ചെയ്യാണ്? അതിൻ്റെ കൂടെ പറയണം. എന്ത്? വഴിയിൽ നിന്ന് ഒരാൾ പിന്നെ ഉപദ്രവത്തെ നീക്കുന്നുണ്ട് എങ്കിൽ അത് ഈമാനിൻ്റെ അയാളുടെ ഏറ്റവും താഴ്ന്ന ശാഖയാണ് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മൂന്നാമത് പറഞ്ഞു, വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ, അതുപോലെ തന്നെ ഹയാ ഒരാൾക്ക് ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു സംഗതിയാണത്. എന്ന് പറഞ്ഞാൽ പിന്നെ ലജ്ജ, ആ ലജ്ജ ഈമാനിൻ്റെ ഒരു ഭാഗമാണ് എന്ന് നമുക്ക് പല ആൾക്കാർക്കും അറിയാം, നമുക്കൊക്കെ അറിയാം. എന്ത്? ഒരാൾക്ക് ലജ്ജ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് പല തിന്മകളിലേക്കും അയാൾ എന്ത് ചെയ്യാം? എത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത് കാണാം, ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅ്ത, നിനക്ക് നാണമില്ല എങ്കിൽ നിനക്ക് എന്തും ചെയ്യാമെന്ന്. എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം അയാളുടെ ലജ്ജ അള്ളാഹു ഊരിയെടുക്കുമ്പോൾ എന്ത് ചെയ്യാണ്? അയാൾ ആ തിന്മകളിലേക്കൊക്കെ എത്തുകയാണെന്നുള്ളത്. ആധുനിക കാലഘട്ടത്തിലൊക്കെ ആ ഹയാഇനെ ഇല്ലാതാക്കി തീർക്കാനാണ് പലപ്പോഴും ആധുനിക സമൂഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പെൺകുട്ടികളെ കൊണ്ട് അവർ സ്റ്റേജിൽ കയറ്റിയിട്ടും അതല്ലെങ്കിൽ ഡാൻസ് കളിപ്പിച്ചും അവരിൽ ഉണ്ടായിരുന്ന ഒരു ഒരു ലജ്ജ അത് മറനീക്കി പുറത്തു വരുമ്പോൾ എന്താണ്? അവർ ഏത് തോന്നിവാസത്തിനും ഏത് തിന്മക്കും എന്ത് ചെയ്യാണ്? റെഡിയാവുകയാണ്. അപ്പോൾ ഹയാ ഒരു മനുഷ്യനിലുണ്ട് എങ്കിൽ അത് ഈമാനിൻ്റെ ഭാഗമാണ് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണുവാൻ സാധിക്കുന്നത്. ഒരു ഈമാനെക്കുറിച്ച് പറയുക അല്ലെങ്കിൽ സംസാരിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്നുള്ളത് കേവലം ഇത്തരം ചെറിയ കാര്യങ്ങൾ കൊണ്ട് മാത്രം, ഇത്ര ചെറിയ ക്ലാസ് കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന സംഗതിയല്ല. എന്നിരുന്നാലും ഇതിലേക്കൊരു സൂചന എന്നുള്ള നിലക്ക് അത് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ളൊരു വഴി എന്നുള്ള നിലക്ക് ഈ ക്ലാസ്സിനെ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.